ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. പ്രിയമുള്ള ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും എഴുതുന്ന കത്താണ്. ഇവിടെ 30 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പണിതു. അതിൽ താമസമായതിൽ പിന്നെ ആകെ പ്രയാസങ്ങളാണ്. എത്ര പൈസ വന്നാലും ഒന്നിനും തികയുന്നുമില്ല. ലോൺ അടയ്ക്കാൻ തന്നെ ആകെ പ്രയാസത്തിലാണ്. കൂടാതെ ഓരോരോ അസുഖങ്ങളായി വന്ന് ഒഴിയുന്നുമില്ല. അപ്പോഴാണ് വാസ്തുസംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് എൻ്റെ സുഹൃത്തുക്കളും മറ്റും ചോദിച്ചത്. ഈ സംശയത്തിലാണ് ഇവിടേക്ക് കത്തെഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് സഹായിക്കണമെന്നാണ് സതീഷ് പറഞ്ഞിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് ഈസ്റ്റിലോട്ടാണ് ഇത് ദർശനമായിട്ട് വരുന്നത്. ഈസ്റ്റിലോട്ട് ദർശനമായിട്ട് വരുന്ന ഈ ഒരു വീടിൻ്റെ കിഴക്ക് വടക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും മിസ്സിങ് കോർണറായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തോട്ട് തള്ളി ഇവരൊരു സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു സിറ്റ് ഔട്ട് ഇവർ പ്ലാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും കട്ടിംഗ് പോർഷനായിട്ട് പോയി. അപ്പം ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കാം. അതുപോലെ നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഇതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുകയില്ല. അപ്പം ഒന്നുകിൽ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരൊരു ബേസിക് ഫൗണ്ടേഷൻ എടുത്തിട്ട് അത് സ്ക്വയർ ചെയ്തെടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കൂടി ഒരു നീളൻ വരാന്തയായിട്ട് കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു വഴിമുട്ടുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് പേരുദോഷങ്ങളുണ്ടാകാം, അതുപോലെ അസുഖങ്ങൾ വരാം, അതുപോലെ സാമ്പത്തികപരമായിട്ട് നമുക്കൊരിക്കലും ഒരു നീക്കിയിരിപ്പ് ബാക്കി ഉണ്ടാവുകയില്ല. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ വഴി ഇവർ ക്ലോസ് ചെയ്യണം. വഴിമുട്ട് വന്നോട്ടെ, പക്ഷേ അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാനുള്ള വഴി ഗേറ്റ് ഇവർ ക്ലോസ് ചെയ്യുക. അപ്പം ഇവരുടെ വടക്ക് ഭാഗത്തെ മതിലിനേക്കാട്ടിലും കിഴക്ക് ഭാഗത്തെ മതിലിനേക്കാട്ടിലും 1 or 2 ഇഷ്ടിക കൂട്ടിയെടുത്ത് ആ മതിലിന് ഹൈറ്റ് കൂട്ടുവാണെങ്കിലും അത് നല്ലതാണ്. അതുപോലെ ആ ഭാഗത്തൊരു കോൺവെക്സിനെ മിറർ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കളയുവാണെങ്കിലും വഴിമുട്ടിൻ്റെ ദോഷങ്ങൾ കുറേ മാറിക്കിട്ടും. കാരണം ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത പഴികളും പേരുദോഷങ്ങളും ഒക്കെ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ആ വഴിമുട്ട് കൊണ്ടുള്ള ദോഷമാണ്. അത് ഈ കോൺവെക്സിൻ്റെ മിററും ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അത് മാറിക്കിട്ടും. അതുപോലെ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കവണ്ണം വേണമായിരുന്നു ഇവർ മതിൽ കെട്ടി തിരിക്കുവാനായിട്ട്. കാരണം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോട് ഒരുപാട് സ്പേസ് കൂടുതലാണ്, തെക്ക് ഭാഗത്തോട് ഒരുപാട് സ്പേസ് കൂടുതലാണ്. കാരണം കിഴക്ക് ഭാഗത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും സ്പേസ് ഇതിനകത്ത് കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ തൊഴിൽ സംബന്ധമായിട്ടൊരു പുരോഗതി ഉണ്ടാവുകയില്ല. അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കണക്കനുസരിച്ച് മതിൽ കെട്ടി ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ഇവർക്ക് നല്ല രീതിയിലുള്ള പിതൃദോഷം കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. വസ്തു സംബന്ധമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങളൊരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ഈ ടോയ്ലറ്റും സെപ്റ്റി ടാങ്കും അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളും ഡൈവേഴ്സ് പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് അവിടുന്ന് ഒഴിവാക്കി മാറ്റുക. അതിന് ചെറിയൊരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി നമ്മുടെ കോമ്പൗണ്ടിനെ പുറത്താക്കി മാറ്റുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. നിലവിൽ ഈ ഡൈവേഴ്സിൻ്റെ വിഷയങ്ങളൊക്കെ വരുന്നത് ഈ സെപ്റ്റി ടാങ്ക് കൊണ്ടുള്ള വിഷയമാണ്. വഴിമുട്ടിൻ്റെ ദോഷങ്ങൾ വരുന്നുണ്ട്, ദാമ്പത്യത്തിൻ്റെ ഭാഗത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പം ഇവരെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ ഇവർ ക്ലിയർ ചെയ്യുക. അതിൻ്റെ മാറ്റം ഇവർക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും. അടിസ്ഥാനം കെട്ടിയിട്ട ഒരു വസ്തു അങ്ങനെ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളെ ഒരു ആളുടെ ആഗ്രഹപ്രകാരം നമ്മളൊരു വീട് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ചു, അവിടെ നമ്മളൊരു ഫൗണ്ടേഷൻ കെട്ടി. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ കെട്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം വെച്ചാൽ ഓരോ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഓരോ ആഗ്രഹങ്ങളുണ്ടാകും. ചിലപ്പോൾ ആ വീട് പണിയണം, അല്ലെങ്കിൽ അത് നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഓരോ ആഗ്രഹത്തിലായിരിക്കും ചെയ്യുക. അപ്പോൾ അത് സാധിക്കാതെ വരുമ്പം ഒന്നുകിൽ അതിൽ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിയിലുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണാം. ചിലപ്പം എത്ര ശ്രമിച്ചാലും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പം ഈ ഒരു ഉടമസ്ഥൻ മാറി പുതിയ ഉടമസ്ഥൻ അത് പണിയാൻ തുടങ്ങുമ്പോഴും പഴയ ഉടമസ്ഥനെ വാങ്ങിച്ചിരുന്ന സെയിം വിഷയം ആ ഉടമസ്ഥനെയും ബാധിക്കും. ചിലപ്പോൾ അദ്ദേഹം കുറേ കാശൊക്കെ ആയിട്ട് വന്നിട്ടായിരിക്കാം ഇത് വാങ്ങിക്കുന്നത്. ചിലപ്പം പൈസയൊക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും അതിൻ്റെ അത് സ്ഥിരമായിട്ട് താമസിച്ച് കഴിയുമ്പം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ മാനസികപരമായിട്ടുള്ള വിഷയങ്ങളോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് നമ്മൾ അങ്ങനെ കൈമാറി നമ്മളൊരു വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിലവിൽ എന്താണ് ദോഷങ്ങളെന്ന് ഒരു വാസ്തുക്കാരെ വിളിച്ച് കണ്ടെത്തി ഭൂമി സംബന്ധമായിട്ടോ വാസ്തു സംബന്ധമായിട്ടോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്ത ശേഷം ആ സ്ഥലം നമുക്ക് മാറാം. അതുപോലെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുമ്പോൾ ആ വസ്തു വാങ്ങിക്കുന്നത് അദ്ദേഹത്തിന് നല്ലതാണോ ദോഷമാണോ എന്ന് അവർക്ക് പറയാൻ പറ്റും. ഒരു വിധത്തിലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി വാങ്ങിച്ച് പോയിട്ടുണ്ടെങ്കിൽ
ഏതെങ്കിലും ഒരു ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെ സമീപിച്ച ശേഷം അതിന് എന്താണ് ദോഷമെന്ന് യഥാർത്ഥ വിഷയം കണ്ടെത്തി അതിന് വേണ്ട പ്രതിവിധി ചെയ്തു പോയാൽ ആ വിഷയങ്ങൾ ചിലപ്പോൾ മാറിക്കിട്ടും. അതുപോലെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞ് അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളും മാറും. കാരണം വെച്ചാൽ നിലവിലുള്ള ദോഷമുള്ള വീട് നമ്മൾ വാങ്ങിക്കുമ്പം അതിനകത്തെ ദോഷം പരിഹരിച്ച ശേഷം വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.